പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു പക്ഷേ കണ്ടു ശീലിച്ചിക്കാത്ത നിലയിലുള്ള ഒരു സംഭവവികാസം ഈ അടുത്ത് നടക്കുകയുണ്ടായി. കോഴിക്കോടുള്ള അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ലോറി നിറയെ തടിയുമായി കർണാടകത്തിലേക്ക് പോകുന്നു. ആ ലോറി ഷിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അതൊരു വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് അത് ഗംഗാ വാലി എന്ന് പറയുന്ന ഒരു പുഴയിൽ അത് അപ്രത്യക്ഷമാകും. ആ അപ്രത്യക്ഷമാകുന്ന ആ ലോറിയും അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായി അപ്രത്യക്ഷനായിട്ടുള്ള അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 2 മാസത്തിലധികമായി നടന്ന അന്വേഷണം. അതൊരു പക്ഷേ നമ്മൾ ഇതുപോലെ കാണാതാവുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലൊരു അന്വേഷണം നടന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. അത്ര തീക്ഷ്ണമായിട്ടുള്ള 2 മാസക്കാലത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിൽ നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ്റെ മൃതദേഹവും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ലോറിയുടെ അവശിഷ്ടങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അത് വളരെ വികാരസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ് വീട്ടിലുണ്ടാക്കിയത്. നമ്മളത് വളരെ മനോവ്യഥയോടുകൂടി നമ്മളത് വായിക്കുകയും എന്തായാലും അർജുൻ്റെ മൃതദേഹമെങ്കിൽ നമുക്ക് കിട്ടി. പക്ഷേ ആലപ്പുഴയിലെ ഒരു ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനായിട്ട് ഏതാണ്ട് 2 മാസം കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകാത്ത അതിനെക്കുറിച്ചിട്ടാണ് വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ആലപ്പുഴയിൽ പറവൂർ പുന്നപ്ര എന്ന് പറഞ്ഞ പ്രദേശത്ത് വൃന്ദാവനം, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡിൽ താമസക്കാരനാണ് ബാബു തിരുമല. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹം ഒരു സീനിയർ സിറ്റിസണാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് വിഷ്ണു ബാബു. സുഹൃത്തുക്കളെ, വിഷ്ണു ബാബു ഒരു വലിയ കപ്പൽ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അത് മാർഷൽ ഐലൻഡ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡെൻസെ മെറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. ചെന്നൈയിലാണ് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത്. പക്ഷേ അത് അവരുടെ ഓഫീസുള്ളത് ചെന്നൈയിലാണ്. മാർഷൽ ഐലൻഡ്സിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് വലിയ കപ്പൽ കമ്പനി. ആ കപ്പൽ കമ്പനിയിൽ ഈ വിഷ്ണു ബാബു എന്ന് പറയുന്ന ഈ ബാബു തിരുമലയുടെ മകൻ ട്രെയിനി വൈപ്പറായി ഒരു കപ്പലിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ്. ആ ജോലി ലഭിച്ച ആ വിഷ്ണു യഥാർത്ഥത്തിൽ അന്ന് അപ്പോയിൻമെൻറ്റ് ലഭിച്ചത് 24/5/2024 26/5/2004 മുതൽ സിംഗപ്പൂരിൽ നിന്ന് ആ കപ്പൽ ബംഗ്ലാദേശിലേക്ക് പോയി ഇന്ത്യയിലെ പാരദീപ് എന്ന് പറയുന്ന സ്ഥലം വഴി ആ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി. അവിടുന്ന് 13/7/2024 അത് വീണ്ടും പാരദീപിൽ വരികയും പാരദീപിൽ നിന്നത് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ചൈനയിലെ പോർട്ട് റിഷവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോകാനിരിക്കുകയായിരുന്നു. 13/7/2024 ആ യാത്ര തുടരുകയായിരുന്നു. ആ യാത്ര ചൈനയിലെ പോർട്ട് റിഷവിലേക്കുള്ള ആ യാത്ര തുടരുകയായിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കവേ അപ്പോൾ അതിനിടയിൽ ഈ ബാബു തിരുമലയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അവർക്ക് 2 മക്കളാണുള്ളത്. അവർ നിരന്തരം ഈ വിഷ്ണുവൊക്കെ ഫോണിലും ഒക്കെ ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ സുഹൃത്തുക്കളെ, 18/7/2024 ഈ വിഷ്ണു ബാബു ട്രെയിനി വൈപ്പറായി ജോലി ചെയ്യുന്ന ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ബാബു തിരുമലയെ വിളിക്കുകയും 18/7/2024 രാവിലെ 8 മണി മുതൽ ഈ വിഷ്ണു ബാബുവിനെ കാണാതായി എന്നുമുള്ള വളരെ ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമായിട്ടുള്ള വിവരം ഈ ബാബു തിരുമലയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അറിയിക്കുകയാണ്. അപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞത് ഏതാണ്ട് മലാക്ക സ്ട്രെയ്റ്റ്സിനടുത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്നും വിഷ്ണു ബാബു പിന്നീട് ഈ ഡ്യൂട്ടിക്ക് ഹാജരായെന്നും അദ്ദേഹത്തിനെ കാണാതായെന്നും ഈ ക്യാപ്റ്റൻ ബാബുവിനെ അറിയിച്ചു. അന്വേഷണം നടക്കുന്നു എന്നും വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഈ ബാബു തിരുമല ആകെ പരവശനായി പോവുകയും ബോധരഹിതരാവുകയും ചെയ്തു. കാരണം തൊട്ട് തലേം ദിവസം വരെ ഈ ബാബുവായിട്ട് സംസാരിച്ചതാണ് മകൻ വിഷ്ണു ബാബു. എന്തായാലും മരവിപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം ഈ പിതാവ് തൻ്റെ മകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി 21/7/2024 മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തൻ്റെ മകനെ ഇങ്ങനെ കാണാതായിരിക്കുന്നു, ഇടപെടണം എന്ന് പറഞ്ഞ് പരാതി നൽകി. അതിനുശേഷം 22/7/2024 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകി. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സുരേഷ് ബാബുവിൻ്റെ അടുത്ത സുഹൃത്താണല്ലോ സിനിമാ നടനായിട്ടുള്ള അശോകൻ. ഈ അശോകൻ ഈ ബാബു തിരുമലയുടെ വളരെ ആത്മാർത്ഥ സുഹൃത്ത്. അപ്പോൾ അശോകനും അതിനകത്ത് ഇടപെട്ട് സുരേഷ് ഗോപിക്കും കത്ത് നൽകി.
പക്ഷേ നിർഭാഗ്യവശാൽ ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനും സുരേഷ് ഗോപിക്ക് നൽകിയ കത്തിനും ഒരു മറുപടി പോലും ലഭിച്ചില്ല സുഹൃത്തുക്കളെ. ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണഘടനാ തലവൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു, ഒരു മറുപടിയും ലഭിച്ചില്ല. സുരേഷ് ഗോപിയാകട്ടെ കേന്ദ്ര സഹമന്ത്രി, ആ സഹമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അശോകൻ വഴിയാണ് ഈ കാര്യം സുരേഷ് ഗോപി എടുത്തത്. ആ സുരേഷ് ഗോപി പോലും ആ കത്ത് കണ്ടെന്ന് നടിച്ചില്ല. വളരെ വലിയ കാരുണ്യവാനാണ് എന്നാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന, അതെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ ആഘോഷമാക്കുന്ന സുരേഷ് ഗോപി പോലും ഈ പാവപ്പെട്ട ഈ ബാബു തിരുമലയുടെ മകൻ വിഷ്ണു ബാബു കാണാതായതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കത്ത് കൊടുത്തിട്ട് ഒരു പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുപോലെ തന്നെ അദ്ദേഹം കെ സി വേണുഗോപാലിന് അദ്ദേഹം പരാതി കൊടുത്തു. കാരണം കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ എം പി ആണ് എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാമനാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനാണ് കെ സി വേണുഗോപാൽ. ആലപ്പുഴ എം പി ആണ്. ഈ ബാബു തിരുമല ആലപ്പുഴ പറവൂർക്കാരനാണ്, പുന്നപ്ര പറവൂർക്കാരനാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് കത്ത് കൊടുത്തു. അപ്പോൾ ആ കത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആ കത്തിന് സാധാരണ പോലെ അയാൾക്കൊരു മറുപടി ലഭിച്ചു. ആ മറുപടി അയാൾ എന്ത് ചെയ്തു? അയാൾ സാധാരണ ചെയ്യുന്നത് പോലെ അത് ബാബു തിരുമലയ്ക്ക് അതങ്ങ് കൊടുത്തു. അതല്ലാതെ ഈ കെ സി വേണുഗോപാലും ഈ ബാബു തിരുമലയുടെ മകൻ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗൗരവതരമായിട്ടുള്ള ഒരു ശ്രമവും കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല സുഹൃത്തുക്കളെ. എന്നാലോചിച്ച് നോക്ക്, ഇത്ര ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കാണാതായതിനെ തുടർന്ന് 2 മാസക്കാലമാണ് അന്വേഷണം നടത്തിയത്. 2 മാസക്കാലം, 2 മാസക്കാലം നീണ്ടു നിന്ന അന്വേഷണം. സംസ്ഥാന സർക്കാർ ഇടപെട്ടു, കർണാടക സർക്കാർ ഇടപെട്ടു, BJP ഗവൺമെൻറ് ഇടപെട്ടു, ഇവരൊക്കെ ഇടപെട്ട് 2 മാസക്കാലം ദീർഘമായ അന്വേഷണം ആണ് നടത്തിയതെങ്കിൽ ഈ ബാബു തിരുമലയുടെ മകൻ വിഷ്ണു ബാബു കാണാതായി 2 മാസം കഴിഞ്ഞിട്ടും ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരന്വേഷണവും നടന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP കെ സി വേണുഗോപാൽ, ഇവരാരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഈ ബാബു തിരുമലയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. യഥാർത്ഥത്തിൽ വളരെ ദയനീയമാണ് അവരുടെ വീട്ടിലെ അവസ്ഥ. അമ്മ ഇപ്പോഴും ശയ്യാവലംബിയാണ്. മകനെ കാണാതായിട്ടേ ഉള്ളൂ. കാണാതായിട്ടുള്ള മകനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കണ്ടേ സുഹൃത്തുക്കളെ? അപ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ബാബു തിരുമലയ്ക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇത് ആർട്ടിക്കിൾ 21-ൻ്റെയും ആർട്ടിക്കിൾ 14-ൻ്റെയും ലംഘനമാണ്. ഇതിനെക്കുറിച്ച് ഇത് ദുരൂഹമായിട്ടാണ് കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് റിട്ട് ഓഫ് മാൻഡമസ് സമർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ബാബു തിരുമലയ്ക്ക്. എത്ര ഖേദകരമാണിത് ഈ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി 2 മാസം നടന്ന അന്വേഷണത്തെ നമ്മളെല്ലാവരെയും ശ്ലാഘിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് ഒരു ഭരണകൂടം ശ്രമിക്കേണ്ടത്. ഒരാളെ കാണാതായാൽ നിരന്തരമായിട്ടുള്ള അന്വേഷണം നടത്തണം. അർജുനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം പലപ്പോഴും നിലച്ചു പോവുക വരെ ചെയ്തതാണ്. എന്നിട്ടും പിന്നീടും അന്വേഷിച്ചു. 2 മാസക്കാലം അന്വേഷിച്ചു. അതിന് നമ്മളെല്ലാവരും പിന്തുണ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, അർജുൻ്റെ തന്നെ പ്രായത്തിൽ, എനിക്കൊന്ന് അർജുനേക്കാൾ പ്രായക്കുറവുള്ളൊരു ചെറുപ്പക്കാരൻ കപ്പലിൽ ജോലിയിൽ കയറി, അയാൾ കാണാതായിട്ട് അയാളെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ആ കാണാതായ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ ഇനി എവിടെയാണ് ആരെയാണ് സമീപിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഹൃദയഭേദകമായി നമ്മളോട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി അന്വേഷിക്കുന്നില്ല, കേന്ദ്രമന്ത്രി അന്വേഷിക്കുന്നില്ല, MP അന്വേഷിക്കുന്നില്ല, ഇനി ഏത് വാതിലാണ് ഞാൻ മുട്ടേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ആ പിതാവിൻ്റെയും ആ കുടുംബത്തിലെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. 2 മാസം കഴിഞ്ഞു സുഹൃത്തുക്കൾ. 18/7/2024 സംഭവിച്ചത്. 18/8 കഴിഞ്ഞു, 18/9 കഴിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ബാബു തിരുമല വളരെയേറെ മനോവേദയോടുകൂടി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഓഡിയോയിൽ അദ്ദേഹം ഇതെല്ലാം വിശദീകരിക്കുന്നത് ഇനി നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ്. അത് കേൾക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഞാൻ അത് കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ മകൻ വിഷ്ണു ബാബുവിനെ കപ്പലിൽ നിന്ന് കാണാതായിട്ട് 2 മാസം പിന്നിട്ടു. മകനെ കാണാതായതിനു ശേഷം ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഞാൻ സമീപിക്കുകയുണ്ടായി. കളക്ടർക്ക് പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കേന്ദ്രമന്ത്രിക്ക് പരാതി കൊടുത്തു, ഷിപ്പിംഗ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു, കെ സി വേണുഗോപാൽ ആലപ്പുഴ MP വഴി കേന്ദ്ര മന്ത്രിമാർക്കും പരാതി കൊടുത്തു. എവിടെയെല്ലാം പരാതി കൊടുക്കണമോ
ബന്ധപ്പെടണമോ അവിടെയെല്ലാം ബന്ധപ്പെടുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ട് ഈ നിമിഷം വരെ ഒരു അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ഫോൺ കോൾ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ നിഷ്കരുണമായിട്ടുള്ള സമീപനമാണ് ഈ ബന്ധപ്പെട്ടവരിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. കുറേ വർഷം സർക്കാരിന് വേണ്ടി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി ജനസേവനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കളക്ടർക്ക് പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ തിരക്കാനെങ്കിലും അദ്ദേഹം ആരെയെങ്കിലും പറഞ്ഞു വിടേണ്ടതാണ്. ഒരു തഹസിൽദാരെയോ വില്ലേജ് ഓഫീസറെ ആരെയെങ്കിലും പറഞ്ഞു വിടുക എന്നുള്ളൊരു കടമയാണ് കളക്ടറുടെ. അദ്ദേഹം മുതൽ ആരും തന്നെ ഈ കുടുംബത്തോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ നാൾ വരെ ഇന്ന് വരെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. എന്ത് നടപടി? എൻ്റെ മകനെ കാണാനില്ല, അതുകൊണ്ട് ഇടപെടണം. എത്രയും വേഗം കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഗവൺമെൻറ് ഇന്തോനേഷ്യക്കും മലേഷ്യക്കും ഇടയിൽ മലാക്ക സ്റ്റേറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിലും ഇടപെട്ട് തുടരന്വേഷണത്തിന് വേണ്ടി സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ പോലും ഈ നിമിഷം വരെ വന്നില്ല. കേന്ദ്രമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അദ്ദേഹവും ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. അദ്ദേഹത്തിന് പരാതി കൊടുത്തത് മാത്രമല്ല, എൻ്റെ ആത്മമിത്രമാണ് സിനിമ നടൻ അശോകൻ. അദ്ദേഹം ഇത് അറിഞ്ഞ ഉടനെ തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ചിരുന്നു, ഞാനുമായിട്ട് 10-40 വർഷത്തിലേറെ ഒരുമിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ, അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ ബാബുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബാബുവിൻ്റെ മോനെയും കുറിച്ചും എല്ലാം പറഞ്ഞു. അത്ര അടുപ്പമാണ് ഞാനും ആ കുടുംബമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൽ നിന്ന് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് അല്ല ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സഹായിക്കാമെന്ന് പറയുന്നതിന് പകരം ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇക്കാര്യത്തിൽ എന്ന ഒരു നിലപാടും അഭിപ്രായവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും എനിക്കാകാവുന്ന ചെയ്യാമെന്ന് പറയാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതും കേരളത്തിൻ്റെ ഒരു പ്രതികരിച്ചു പോകുന്ന കേന്ദ്രമന്ത്രിയല്ലേ. അദ്ദേഹം നിസ്സഹായനാണെന്ന് പറയുന്ന ഒരു വസ്തുത, യാഥാർത്ഥ്യം, അതെങ്ങനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? കേന്ദ്രത്തിൽ നിന്നും ആരുടെയും വിളി വന്നില്ല. KC വേണുഗോപാലിന് പരാതി കൊടുത്തു. അദ്ദേഹം ബന്ധപ്പെട്ട മിനിസ്റ്റർക്ക് അത് ഫോർവേഡ് ചെയ്ത് സമർപ്പിക്കുകയും മറുപടി കിട്ടുകയൊക്കെ ചെയ്തു എന്നറിഞ്ഞു. പക്ഷെ അദ്ദേഹവും പിന്നീടൊരു തുടർ പ്രക്രിയ എന്നുള്ള നിലയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അന്ന് പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്. പാർലമെൻറ്റ് നടക്കുന്ന ആ സമയത്ത് എൻ്റെ മകൻ്റെ വിഷയം ഉന്നയിക്കാമായിരുന്നു. കാരണം തൻ്റെ മണ്ഡലത്തിലുള്ളൊരു ഇഷ്യൂ അല്ലേ. ആ ഇഷ്യൂവിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു MP ആണ് അദ്ദേഹം. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തുടർ രീതിയിൽ ആരും വേണ്ടപ്പെട്ടവർ വന്ന് പലരും പോയിട്ടുണ്ട് എങ്കിൽ പോലും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളും വരികയും അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതൊഴിച്ച് അധികാരി വിഭാഗത്തിൽ നിന്ന്, അധികാരവർഗത്തിൽ നിന്ന്, എന്തിനേറെ പ്രതിപക്ഷം പോലും ഈ കുടുംബത്തിനോടൊപ്പം ചേരാനോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായകരമായ നിലപാടോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ശിരൂരിൽ അർജുൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു അന്വേഷണവും മുറവിളിയുമാണ് നമ്മുടെ ഭരണപ്രതിപക്ഷ ഭേദമന്യേ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ളത്. വാശിക്കാണ് പലരും പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അർജുനൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അർജുനനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ ഇടപെടാൻ വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒക്കെ എന്നുള്ള നിലയിൽ
കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, ഈ പറഞ്ഞ സുരേഷ് ഗോപി മന്ത്രി ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ എല്ലാവരും മുതലക്കണ്ണീരൊഴുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അർജുനൻ്റെ കുടുംബത്തിൻ്റെ വേദന ശരിക്കും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം അത് സമാനമായി ഒരു മകൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളുരുകി കഴിയുന്നൊരവസ്ഥയിൽ ആ കുടുംബത്തിന് തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ ആ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. അത് ന്യായമാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. കോടികൾ മുടക്കിയാണെങ്കിലും ഒരുപാട് ശ്രമം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സമാനമായി അർജുനെ നമ്മുടെ ഇന്ത്യയിൽ കാണാതായി, എന്നാൽ എൻ്റെ മകനെ ഇന്ത്യക്ക് വെളിയിൽ കാണാതായി എന്നുള്ള വ്യത്യാസം. പക്ഷെ രണ്ട് നീതിയാണ് ഇവിടെ നടപ്പാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകൻ്റെ തിരോധാനത്തിൽ, എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ ഈ പറഞ്ഞ ബന്ധപ്പെട്ട അധികാരികൾ, കളക്ടർ മുതലുള്ള അധികാരികൾ, പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അല്ല കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറേറ്റിൽ നിന്നോ ഒരിടത്തു നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആരും ഒരു ഫോൺ കോളിൽ പോലും സമാധാനം കിട്ടുന്ന ഒരു വാക്ക് പറയുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാം പൊയ്മുഖങ്ങളാണ്. എനിക്കതാണ് തോന്നുന്നത്. പൊതുരംഗത്ത് 10-20 വർഷം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിലും ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ആരോടും ഇങ്ങനെ ഭരണാധികാരികൾ തികഞ്ഞ വിവേചനം കാണിക്കരുത് എന്നുള്ള വിനയപൂർവമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഒരാത്മാർത്ഥതയും ഇവിടെ ഈ പറയുന്ന നേതൃവിഭാഗത്തിന്, പ്രതിപക്ഷ നേതൃവിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. പത്രസമ്മേളനം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ അർജുന് വേണ്ടി പത്രസമ്മേളനം നടത്തുകയാണ്. നല്ലത് തന്നെ. പക്ഷെ അതിനൊന്നും ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരാളെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ, ആശ്വസിപ്പിക്കാൻ തയ്യാറാകുമായിരുന്നില്ലേ? അപ്പോൾ മീഡിയാസ് വേണ്ട രീതിയിൽ എൻ്റെ മകൻ്റെ വിഷയം ഏറ്റെടുക്കാഞ്ഞത് കൊണ്ട് തന്നെ ഇവരാരും രംഗത്ത് വന്നില്ല. അതാണ് സത്യം. എല്ലാവരും പൊയ്മുഖങ്ങൾ ധരിച്ച്, ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം പേരും, ഈ നേതൃത്വത്തിലിരിക്കുന്ന പ്രതിപക്ഷ നേതൃത്വത്തിലിരിക്കുന്നവർ, അവരുടെയൊക്കെ സമീപനം തങ്ങൾക്ക് ആളാകാൻ വേണ്ടി ഈ വേദി കിട്ടിയാൽ അവിടെയെല്ലാം ഇടിച്ചു നിൽക്കുന്ന, ഞാൻ മുമ്പേ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരിടത്തു നിന്നും എനിക്ക് നീതി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. റിട്ട് പെറ്റീഷനാണ് കൊടുത്തത്. അത് അവധിക്ക് വെച്ചിട്ട് എനിക്ക് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തുവെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള, അതിനുവേണ്ടി കോടതി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് ഹൈക്കോടതിയിൽ. കഴിഞ്ഞ 17-ാം തീയതി അല്ല, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അതിന് അവധിക്ക് വെച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നോ തങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു മറുപടിയും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞ് വീണ്ടും കേസ് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മറുപടി കൊടുക്കാൻ പോലുമുള്ള മനോഭാവം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കേന്ദ്രത്തിൽ നിന്നും, അധികാര കേന്ദ്രത്തിൽ നിന്നും എനിക്കൊരു മറുപടിയോ ഫോൺ കോളോ കിട്ടിയിട്ടില്ല. എന്നാൽ കോടതി വഴിയെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്നെങ്കിലും എനിക്ക് നീതി കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്, പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങനെയെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് അവരെന്ത് ചെയ്തു എന്നെങ്കിലും എനിക്ക് അറിയാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഏതായാലും ഒരച്ഛനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് എനിക്കുള്ളത്.